ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗോൾഡൻ ഹൗസ് ഇൻ മലയാളം. മഴക്കാലം തുടങ്ങുമ്പോൾ തന്നെ കുട്ടികൾക്കായിക്കോട്ടെ മുതിർന്നവർക്കായിക്കോട്ടെ കഫം, ജലദോഷം, അങ്ങനെ പെട്ടെന്ന് ചുമ എല്ലാം തന്നെ വരികയായിരിക്കും. അതിന് വരുന്ന മുമ്പെയോ അല്ലെങ്കിൽ വന്ന ശേഷമോ ഈ ഒരു കഷായം നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ഉണ്ടാക്കാവുന്നതാണ്. ഇതുപോലെ ചെയ്ത് കുടിച്ച് നോക്കുക, നല്ല റിസൾട്ട് കിട്ടും. ഞാൻ നേരത്തെ ഇത് വീഡിയോ ഫുള്ള് ഇട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ എനിക്ക് ഇടാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടായിരുന്നു, അപ്പോൾ ഒന്ന് ഷോർട്സ് ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അതിനായിട്ട് നമ്മൾ മുറ്റത്തുള്ള തുളസി തന്നെ പറിച്ച് എടുക്കാവുന്നതാണ്. നല്ലോണം 2-3 പ്രാവശ്യം കഴുകിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല മഴയുള്ള കാരണം മണ്ണൊക്കെ ഇതിൽ കയറി പിടിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടാണ്. അതേപോലെ പനിക്കൂർക്ക കുറച്ച് എടുക്കുന്നുണ്ട്. ഇതിൽ രണ്ടിൽ ഒന്നില്ലെങ്കിലും കുഴപ്പമില്ല, തീർച്ചയായിട്ടും ചെയ്യാതെ ഇരിക്കേണ്ട, ഏതെങ്കിലും ഒന്ന് വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. രണ്ടും ഉണ്ടെങ്കിൽ നല്ലതാണ്. തുളസി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത് രണ്ടും നല്ലോണം കഴുകിയെടുത്ത ശേഷം നമ്മൾ ഒരു ആൾക്കെങ്കിലും 2 ഗ്ലാസ് വെള്ളം വേണം ഒരാൾക്ക് കുടിക്കാനായിട്ട്. അതിൽ നമ്മളിപ്പോൾ ഒരു പാത്രത്തിൽ ഇതെല്ലാം ഇട്ട് കൊടുത്ത് കുരുമുളക് തന്നെ ഇടാനായിട്ട് ശ്രമിക്കുക. ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തൊലി കളഞ്ഞിട്ട് വേണം ഇഞ്ചി ചതച്ച് കൊടുത്ത് ചേർക്കാനായിട്ട്. പിന്നെ ഒരു പിഞ്ച് മല്ലിപ്പൊടിയാണ് ചേർത്തത്. ഒരിക്കലും നിങ്ങൾ മല്ലിപ്പൊടി ചേർക്കേണ്ട, ഇടിമല്ലി തന്നെ ചേർക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതില്ല ഇതില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ വെക്കാതെ ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ മല്ലിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. പക്ഷേ ഇടിമല്ലി ചേർത്തെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. അപ്പം നല്ല 2 ഗ്ലാസ് വെള്ളം വറ്റി 1 ഗ്ലാസ് ആയിട്ട് വരണം. തീ കൂട്ടി വെക്കരുത്. എല്ലാ എസൻസും അതിൽ ഇറങ്ങി വരാനായിട്ട് നമ്മൾ മീഡിയത്തിൽ വെച്ചിട്ട് വേണം നമ്മളിങ്ങനെ തിളപ്പിച്ചെടുക്കാനായിട്ട്. ഞാൻ 1 സ്പൂണ് നാട്ടു ശർക്കരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ മറ്റേ ഇതില്ലെങ്കിൽ കരുപ്പട്ടി ഉണ്ടെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ തേന ചേർക്കുന്നുണ്ടെങ്കിൽ ഇത്രയും ചൂടിൽ ചേർക്കാൻ പാടില്ല. കുറച്ച് ചൂടാറിയ ശേഷം ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചേർക്കാതെ തന്നെ നമുക്കിത് കുടിക്കാവുന്നതാണ്. നമ്മൾ പഞ്ചസാര ഒരിക്കലും ഇതിൽ ചേർക്കരുത്. അപ്പോൾ ഇങ്ങനെ കുടിച്ച് നോക്കുക, നല്ല റിസൾട്ട് കിട്ടും. ഇതോടൊപ്പം നമുക്ക് ആവി കൊള്ളിക്കുക, അതായത് പച്ചിലകൾ ഇട്ടിട്ട് ആവി കൊള്ളിക്കുക, അത് നല്ല റിസൾട്ട് കിട്ടും. അത് ഞാൻ വേറെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. തീർച്ചയായിട്ടും ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റിൽ കൂടി അറിയിക്കാൻ മറക്കരുത്. ഒരു 5 വയസ്സ് കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ എല്ലാവർക്കും ഇത് കുടിക്കാവുന്നതാണ്. ആവിയും പിടിച്ച് ഇതും കുടിക്കുമ്പോഴത്തേക്ക് നല്ല തൊണ്ടയ്ക്ക് നല്ല റിസൾട്ട് കിട്ടും. നിങ്ങളത് ചെയ്ത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാവും. ചുമയും ജലദോഷവും കഫം എല്ലാത്തിനും, അതുപോലെ ശ്വാസം വിടാതെ പറ്റാതെ ഇങ്ങനെ ഉണ്ടാവില്ലേ, അവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടും ഇങ്ങനെ ചെയ്ത് കുടിക്കുമ്പോൾ. നിങ്ങളിത് എങ്ങനെ ഏത് രീതിയിലാണ് ചെയ്യാറുള്ളതെന്ന് പറഞ്ഞിട്ട് കമൻറ്റിൽ കൂടി അറിയിക്കുക. അത് എല്ലാവർക്കും ഉപകാരപ്പെടും. താങ്ക്